നമസ്കാരം. മറുനാടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലർക്കും റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ വിശ്രമ ജീവിതമാണ്. എന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം കൂടുതൽ ഊർജ്ജത്തോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം മലയാളികളെ നമുക്ക് കാണാൻ കഴിയും. ശ്രീ ഉണ്ണികൃഷ്ണൻ പൂനെയിലാണ്, മലയാളിയാണ്. അദ്ദേഹം ടാറ്റ മോട്ടോഴ്സിൽ ഒരു ചെറിയ ജോലിക്കായിട്ടാണ് പൂനെയിലെത്തുന്നത്. അവിടെ നിന്ന് പടിപടിയായി അദ്ദേഹം ജോലി ഉയർച്ചയിലെത്തിയെങ്കിലും ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ആ ജീവിതം ഒന്ന് കണ്ടു നോക്കാം. മറാഠി മാതൃഭാഷയായുള്ള മഹാരാഷ്ട്രക്കാരുടെ സാംസ്കാരിക തലസ്ഥാനമായ ഒരു നഗരമാണ് പൂനെ. ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന പൂനെയിലും ഒട്ടനവധി മലയാളികൾ വസിക്കുന്നു. 1965 മഹാരാഷ്ട്രയിലെ ലോണാവാല എന്ന സ്ഥലത്തേക്ക് ജീവിതമാർഗം തേടിയെത്തിയ മലയാളിയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ. ഞാൻ 1947 ജൂലൈ 15 പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ തെക്കേറ്റമായ നന്നമുക്ക് എന്ന സ്ഥലത്ത് ജനിച്ചു. ഇന്ന് ആ സ്ഥലം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെടും. പൂനെയിലൊരു എൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ ജോലി അന്വേഷിച്ച് വന്നതാണ്. പക്ഷെ ജോലിയെക്കാട്ടും പ്രാധാന്യം അന്ന് ഭക്ഷണത്തിനായിരുന്നു. കേരളത്തിൽ അന്ന് ഭക്ഷണത്തിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പാൽപ്പൊടിയും മറ്റേ സ്റ്റാൻഡേർഡ് ഊണും 50 പൈസയ്ക്ക് ഒരു വട്ടിച്ചോറൊക്കെ കൊടുക്കുന്ന ആ കാലത്തു നിന്നാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ പൂനെയിൽ വന്ന് അയിന ശിവാജിയിൽ എൻ്റെ ബ്രദറിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പല ജോലിയും പ്യൂണായിട്ട് കിട്ടണമെങ്കിൽ SLC വേണം. ഗവൺമെൻറ് ഇതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ SLC വേണം. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ ചില കമ്പനികൾ അന്വേഷിച്ചപ്പോൾ അവരെ ആൻസർ എന്ന് തൊട്ട് നിങ്ങൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക അന്ന് വരെ നിങ്ങൾക്ക് ശമ്പളം കിട്ടില്ല, ഫ്രീ ആയിട്ട് ജോലി ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു. ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിൽ ഒരു സഹായിയായി പ്രവാസ ജീവിതം ആരംഭിച്ചു. ഇവിടെ നിന്നും ലഭിച്ച പരിചയസമ്പന്നത ഇദ്ദേഹത്തിന് ടാറ്റ എഞ്ചിനീയറിംഗ് ആൻഡ് ലോക്കോമോട്ടീവ് കമ്പനിയിൽ ജോലി നേടിക്കൊടുത്തു. ആൻറ്റി ഫ്രിക്ഷൻ ബെയറിംഗ് കോർപ്പറേഷൻ എന്ന് പറയും. ബെയറിംഗ് ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അവിടെ ഹെൽപ്പർ എന്നുള്ള കാറ്റഗറിയിലാണ്. പിന്നെ ട്രെയിനി ഓപ്പറേറ്ററായി അങ്ങനെ എടുത്ത് അവർ ഒന്നും അറിയാതെ, ഭാഷ അറിയില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഇല്ല, ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ എന്ത് ജോലി കിട്ടി എന്തും ചെയ്യുന്നതാണ് മാത്രം. പിന്നെ ജോലിയിൽ നിന്നുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല എങ്കിലും കൂടി പ്രാക്ടിക്കൽ എന്നുള്ളൊരു എക്സ്പീരിയൻസിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് 1972 ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള കമ്പനിയിൽ ജോലിക്ക് കയറാൻ പറ്റി. ഏഷ്യയിൽ വെച്ച് ഏറ്റവും വലിയ ഫൗണ്ടറി ചിഞ്ചുവാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടാറ്റയുടെയാണ്. വലിയൊരു കമ്പനിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കമ്പനിയാണ്. ജോലിക്കാരെ നല്ല നിലയ്ക്ക് ശ്രദ്ധിക്കുന്ന ഒരു കമ്പനിയാണ്. ടാറ്റ മോട്ടോഴ്സിൽ കൃത്യനിഷ്ഠയോടെയും കാര്യക്ഷമതയോടെയും ജോലി ചെയ്ത ഇദ്ദേഹത്തിന് ജോലിയിൽ പടിപടിയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. വർക്കർ കാറ്റഗറിയിൽ ഓരോ 2 കൊല്ലത്തിലും പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ വർക്കർ എന്നുള്ളതിൽ മാക്സിമം പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞ ശേഷം ഈ ഡിപ്ലോമ എഞ്ചിനീയേഴ്സിന് ട്രെയിനിങ് വെക്കും ഒരു കൊല്ലത്തിൽ. ആ കൂട്ടത്തിൽ സെലക്റ്റഡ് വർക്കേഴ്സിനെ അവർ കൂട്ടത്തിലിട്ടിട്ട് അഡ്മിനിസ്ട്രേഷനും എഞ്ചിനീയറിംഗ്, ഡ്രോയിങ്, മാത്തമാറ്റിക്സ് ഒക്കെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പരീക്ഷ ഒന്നെങ്കിൽ മറാഠിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതണമായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറാഠി അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, മലയാളം മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാനേജ് ചെയ്തു, പാസ്സായിട്ട് പിന്നെ ജോലിക്ക് അതിന് ശേഷം വർക്കർ എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് മാറി മാനേജ്മെൻറ്റ് റിലേഷൻ നന്നായി സൂപ്പർവൈസറിൽ നിന്ന് 2-3 പ്രൊമോഷൻ കിട്ടി. ഞാൻ ഏകദേശം ഒരു 30 to 40 years ടാറ്റ മോട്ടോഴ്സിൽ ജോലിക്കാരനായിട്ടും സൂപ്പർവൈസറായിട്ടും. പക്ഷെ ഒരു വർക്കിംഗ് ഡേയും എനിക്ക് സമരം കാരണം എൻ്റെ നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഓഫീസിനോ എൻ്റെ സ്കൂളിനോ അല്ലെങ്കിൽ എൻ്റെ കമ്പനി ഒരു വിധത്തിൽ നഷ്ടം വന്നില്ല. അത് ഞാൻ വലിയൊരു അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. മഹാരാഷ്ട്രയുടെ ഒരു പ്രത്യേകതയാണ്. ഇക്കാലയളവിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഉടമയായ ശ്രീ JRD ടാറ്റയെ നേരിട്ട് കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചത് വലിയ അഭിമാനമായി ഉണ്ണികൃഷ്ണൻ കരുതുന്നു. ഞാൻ 72 തൊട്ട് 2000 വരെ ജോലി ചെയ്തു. ആ ചെയ്യണയിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് JRD ടാറ്റയുടെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വിസിറ്റിൽ എൻ്റെ ഒരു സജഷൻ ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ്. അത് വന്ന് അദ്ദേഹം ഇറങ്ങി വന്ന് കണ്ട് പേഴ്സണലായിട്ട് സംസാരിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തു. അത് വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കാരണം ജീവിതത്തിൽ പല പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാനായെന്ന് ഇദ്ദേഹം പറയുന്നു. ചെറുപ്പത്തിലെ തൊട്ടിട്ട് ഒരു കൃഷ്ണഭക്തനാണ്. 25 പൈസയും കയ്യിൽ വെച്ചിട്ട് ഈ നന്നമുക്ക് എന്ന സ്ഥലത്ത് 22 കിലോമീറ്റർ നടന്നു വന്നിട്ട് തൊഴുത് തിരിച്ചു പോകും. ഈ 25 പൈസ വഴിപാട് ചെയ്യാനല്ല, ചായ കുടിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ്. തൊഴുത് പോയി നടന്നു വന്നിട്ട് ഏകദേശം 10 കിലോമീറ്റർ പാടത്തു കൂടെ ഷോർട്ട് കട്ട് ഉണ്ട്. 2000 വളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തു. ജൂനിയർ ഓഫീസറാണ്, അസിസ്റ്റൻറ്റ് ഫോർമാൻ എന്നുള്ള നിലയ്ക്ക്.
അതിനുശേഷം ഞാൻ തിരിച്ചും കേരളത്തിലെ ഗുരുവായൂർ ഒരു കൊല്ലം ഭജനയിരുന്നു. ആ ഒരു കൊല്ലം സമയത്ത് ഞാൻ വെറുതെ ഇരിക്കല്ലായിരുന്നു. അന്ന് എനിക്ക് അവിടെ കൊയാങ്കോ എന്നുള്ള കമ്പനിയിൽ വർക്ക്ഷോപ്പ് സൂപ്പർവൈസറായിട്ട് ടാറ്റ മാനേജ്മെൻറ്റ് റെക്കമെൻഡേഷനിൽ ജോലി കിട്ടി. ആ സമയത്ത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, 2 നേരം തൊഴാനും പറ്റിയിരുന്നു, ഇവിടുത്തെ ശമ്പളവും അവിടുത്തെ ശമ്പളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മാനേജ് ചെയ്തു. ആ ഒരു കൊല്ലം എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം തിരിച്ച് പൂനെയിൽ വന്നിട്ട് ഇവിടെ ഞങ്ങൾ പൂനെയിൽ കൃഷ്ണൻ്റെ അമ്പലം തുടങ്ങിയപ്പോൾ അതൊന്നും കൂടി പ്രവർത്തിക്കാനുള്ളൊരു ചുറ്റുപാടായി. അത് ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ആശീർവാദം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീണ്ട 28 വർഷക്കാലത്തെ ടാറ്റ മോട്ടോഴ്സിലെ ചിട്ടയായ പ്രവർത്തനവും പരിചയസമ്പത്തും പിൽക്കാലത്ത് ഇദ്ദേഹത്തിന് വിവിധ മേഖലകളിൽ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങാൻ സഹായിച്ചു. 2004 ശ്രീകൃഷ്ണ സേവാ സംഘം ചാരിറ്റബിൾ ട്രസ്റ്റിന് തുടക്കമിട്ടു. ഇതിനോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ സേവാ സംഘം കോഓപ്പറേറ്റീവ് ബാങ്കും തുടങ്ങി. 2004 ശ്രീകൃഷ്ണ സേവാ സംഘം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി, സോഷ്യൽ വർക്കിനും കൂടെ ഉദ്ദേശിച്ചിട്ട്. അതിൻ്റെ കൂടെ തന്നെ ശ്രീകൃഷ്ണ സേവാ സംഘ് നാഗരിക പദസംസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കോഓപ്പറേറ്റീവ് ബാങ്ക്, അത് തുടങ്ങി. തുടക്കത്തിൽ അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീ NG ഹരിദാസിൻ്റെ സഹായത്തോടെ കൽപ്പന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് തുടക്കമിട്ടു. 2004 ശേഷം ഞാനൊരു സ്കൂൾ തുടങ്ങാമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു ചെറിയ റൂമിൽ നമ്മുടെ NG ഹരിദാസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, അമ്പലത്തിൻ്റെ നികുതി അമ്പലത്തിൻ്റെ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ സൈഡ് റൂമിൽ 7 കുട്ടികളെ വെച്ചിട്ട് ഒരു സ്കൂൾ തുടങ്ങി. പ്രൈമറിയുടെ പെർമിഷൻ കിട്ടി, ഹൈസ്കൂളിൻ്റെ പെർമിഷൻ കിട്ടി, കഴിഞ്ഞ 3 കൊല്ലമായിട്ട് SSC ബോർഡിൻ്റെ അപ്രൂവലും കിട്ടി. അങ്ങനെ ആ സ്കൂൾ അവിടെ നിന്ന് മാറി 3 കൊല്ലമായിട്ട് സ്കൂളിലെ 100% കുട്ടികൾ പാസ്സായി. SLCയിൽ 92 ഹയസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. സ്കൂളിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായി പൂനെയിലെ മറ്റൊരു സ്ഥലത്ത് നഴ്സറി ഡിവിഷൻ കൂടി ആരംഭിച്ചു. ഒന്നും കൂടി വിപുലീകരിക്കാനുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് പൂനെയുടെ മറ്റൊരു ഭാഗത്ത് എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് പ്രൈമറി സെക്ഷൻ തുടങ്ങി. അവിടെ ഒരു 100 പിള്ളേർ നഴ്സറി, LKG, UKG നടക്കുന്നുണ്ട്. കൽപ്പന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ യൂണിറ്റ് 2. ടാറ്റ മോട്ടോഴ്സിന്റെ വെഞ്ചർ കോഡ് ലഭിച്ചതോടെ വെഹിക്കിൾ ടെസ്റ്റ് കോൺട്രാക്ടിങ്ങും കമ്പനിക്ക് ലഭിച്ചു. വെഹിക്കിൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ 3-4 ഓൾ ഇന്ത്യ ലെവലിലുള്ള കോൺട്രാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ടാറ്റയായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ആണ് വെൻഡർ കോഡ് എന്ന് പറയുന്നത്. ഈ വെൻഡർ കോഡ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ടാറ്റയായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസാണ് ടാറ്റ കമ്പനിയായിട്ട്. ആ ലൈസൻസ് കിട്ടിയത് പറഞ്ഞാൽ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ കിട്ടിയത്, ചില ഗുരുവായൂരപ്പൻ്റെ സഹായം കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമ്പത്തിക മേഖലയിലെ പരിചയസമ്പന്നത കൈമുതലാക്കി സന്നിധി ചിട്ടി ഫണ്ട് തുടങ്ങി. ഇതും വിജയകരമായി പ്രവർത്തിക്കുന്നു. ഇവയ്ക്കെല്ലാം സ്വന്തം ഓഫീസുകളുണ്ട്. എൻ്റെ ഈ 14 കൊല്ലത്തെ സാമ്പത്തിക, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജർ അല്ലെങ്കിൽ ചെയർമാൻ എന്നുള്ള നിലയ്ക്കുള്ള പരിചയം കൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു ഫൈനാൻസ് എന്നുള്ള നിലയ്ക്ക് സന്നിധി ചിട്ടിഫണ്ട് എന്നുള്ള ഞാനും മിസ്സിസും ഡയറക്ടറായിട്ട് തുടങ്ങി. ഭാഗ്യവശാൽ ഈ 4 സ്ഥാപനം ഇന്ന് തൃപ്തികരമായിട്ട് എൻ്റെ മനസ്സാക്ഷിയോട് ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കൽപ്പന സ്കൂളിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് ഭാര്യ ചന്ദ്രികയുടെ മേൽനോട്ടം സഹായകരമാണെന്ന് ഇദ്ദേഹം ഓർക്കുന്നു. കൽപ്പന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഏകദേശം 500 കുട്ടികൾ 10ാം ക്ലാസ് കൂടിയിട്ട് നല്ല സഹകരണമാണ് എല്ലാവരും. പക്ഷെ പേരൻസ് നല്ല സപ്പോർട്ട്, അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് സ്കൂളിൽ നടത്താൻ പറ്റൂ. എല്ലാം അംഗീകരിക്കും. ഇപ്പം നമ്മൾ പറയണ കാര്യങ്ങൾ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് പറയും ചെയ്യും. അതുപോലെ സഹകരിക്കണം. പൂനെ എല്ലാറ്റിനും ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. മകൻ മനോജ് ബിസിനസ് മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. Before this, I was working for a Chennai-based company. As far as the school goes, it's his 100% efforts right from day one. Right from scratch, he has put in a lot of efforts into the school. In between, somewhere like for the computer hardware, anything is required, or computer room or labs, I used to interfere in between, like for purchasing or if anything is wrong. Education is always good, but finance is risk again. There is some risk involved in that, but he has managed well so far. He's got good faith in the community. People believe in him, so he's getting a good response for that. I've just begun into this, so I'm looking forward to add in few customers into the business what we have got. സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് ജീവനക്കാരുടെ പിന്തുണ വളരെ വലുതാണെന്ന് ഇദ്ദേഹം അടിവരയിട്ട് പറയുന്നു. എൻ്റെ ഈ 15 കൊല്ലത്തെ ഫൈനാൻസ് ബിസിനസ്സിൽ എൻ്റെ ഒരു ചെക്കും ബൗൺസ് ആയിട്ടില്ല, ചലഞ്ച് ചെയ്ത് പറയാം. അതുപോലെ എൻ്റെ ഒരു ജോലിക്കാരും 1-ാം തീയതി ശമ്പളം കിട്ടിയില്ല അല്ലെങ്കിൽ നാളെ ക്ലിയർ ആവുമെന്ന് പറയേണ്ട ഒരു ചുറ്റുപാട്. അക്കാര്യത്തിൽ വളരെ കർശനമായിട്ട് ഞാൻ തീരുമാനിക്കും. സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ എനിക്ക് കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഷഹാനി നമ്പർ മിസ്സിസ് ഷാനി ഷേഖ് എന്ന് പറഞ്ഞിട്ട്. We have classes up to nursery to 10th standard. It's an English medium school. We have 500 plus students here. We run the school in 2 shifts. Morning shifts we have nursery to 4th standard, and afternoon we have
5th to 10th standard. This is the third batch of our 10th standard. We have 100% results since last 3 years. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ശ്യാമ എന്ന് പറഞ്ഞിട്ട് ഒരു മാനേജറെ വെച്ചിട്ടുണ്ട്. സൊസൈറ്റി അവർ മുഴുവൻ ശരിക്കും നോക്കും. മറ്റേ ചിട്ടി ഫണ്ടിൽ ആകാശ് വാഗ്മാരെ എന്ന് പറഞ്ഞിട്ട് അവൻ മുഴുവൻ നോക്കും. ടാറ്റ മോട്ടോഴ്സിൻ്റെ ബിസിനസ്സിൽ കിരൺ സൂര്യവംശി എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പോൾ അതുപോലെ യൂണിറ്റ് 2 ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചറുണ്ട്, അവരെല്ലാ കാര്യങ്ങളും നോക്കും. ബിസിനസ് മേഖലയിലെ പ്രവർത്തനം കൂടാതെ മറ്റു പല സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. പൂനെ മലയാളി ഫെഡറേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ, പൂനെ നിഗുഡി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി, ചിഞ്ചവാഡ് മലയാളി സമാജം മെമ്പർ, കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ വാദ്യ സബ് കമ്മിറ്റി മെമ്പർ തുടങ്ങി വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. ബിസിനസ് മേഖലയിൽ സജീവ സാന്നിധ്യമായ ശ്രീ ഉണ്ണികൃഷ്ണൻ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ തന്നാൽ കഴിയുന്ന തരത്തിൽ സഹായിക്കാറുണ്ട്. മഹാരാഷ്ട്രയിലെ പന്ധർപൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് എല്ലാ വർഷവും ഭക്ഷണം നൽകി വരുന്നു. കൂടാതെ കഷ്ടത അനുഭവിക്കുന്ന കേരളത്തിലെ ക്ഷേത്രവാദ്യ കലാകാരന്മാർക്ക് വർഷത്തിൽ 12,000 രൂപയോളം ധനസഹായം കഴിഞ്ഞ 4 വർഷമായി ചെയ്തു വരുന്നു. മരുമകൾ സന്ധ്യ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാഫാണ്. കൊച്ചുമകൾ അതിഥി, മകൾ സിന്ധു ദുബായിലാണ്. മരുമകൻ സന്തോഷ്, കൊച്ചുമകൾ സന്നിധി. അപ്പുനായരുടെയും കുട്ടിമാളു അമ്മയുടെയും മകനായ ശ്രീ ഉണ്ണികൃഷ്ണൻ ജീവിതത്തിൽ ഇത്തരം വിജയങ്ങൾ നേടിയെടുത്തപ്പോഴും നന്നമുക്ക് എന്ന ഗ്രാമത്തിൽ നിന്നും പൂനെ എന്ന നഗരത്തിലേക്ക് ജീവിതമാർഗം അന്വേഷിച്ചെത്തിയ കാലത്തുള്ള യാതനകൾ മറന്നിട്ടില്ല. അന്ന് വളരെ പരിതാപകരമായ ചുറ്റുപാടിൽ കേരളത്തിലെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തും നിൽക്കുന്ന സമയത്ത് ആയിരുന്നു എൻ്റെ ചെറുപ്പം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റിയില്ല. കാരണം സ്കൂളിൽ പോകാനുള്ള ചുറ്റുപാടോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാനുള്ള കഴിവോ സാമ്പത്തിക ശേഷിയോ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോ ആരും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ഞങ്ങൾ 5 മക്കളുണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാലത്ത് അടുത്തുള്ള ഒരു ചായപ്പീടികയിൽ പോയി ജോലി ചെയ്ത് അതിനുശേഷം 9 മണിക്ക് സ്കൂളിൽ 6 കിലോമീറ്റർ നടന്നു പോയി എന്ന് വെച്ചാൽ ഡ്രസ്സോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും പോണു, നമ്മളും പോണു. അങ്ങനെ ഓരോ ക്ലാസ്സിൽ 2 കൊല്ലം പഠിച്ച് ഒരു വിധത്തിൽ 8ാം ക്ലാസ് പാസ്സായി എന്ന് പറയാം. പക്ഷേ അന്നത്തെ ദാരിദ്ര്യം ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇന്നത്തെ ജനറേഷന് ചിലപ്പോൾ അവർ വിശ്വസിച്ചൊന്നും വരില്ല. ഇത് സത്യമാണ്. കൽപ്പന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്വന്തം കെട്ടിടത്തിൽ അതിവിപുലമായി നടത്താനുള്ള പദ്ധതിയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇപ്പോൾ ഞാൻ സ്കൂൾ നടത്തുന്ന റെൻറ്റഡ് പ്ലേസിലാണ്. എൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് സ്ഥലം വാങ്ങി കുറച്ച് സാമ്പത്തിക ശേഷി ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. മനസ്സിലും പ്രവൃത്തിയിലും ഒരുപാട് നന്മകളുള്ള ഈ മനുഷ്യൻ പുതുതലമുറയ്ക്ക് മാർഗദീപമാണ്. മറുനാടൻ ജീവിതങ്ങളിലൂടെയുള്ള യാത്രയാണ് മറുനാടും മലനാടും. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്, ഓരോ പാഠങ്ങളാണ്. ഇനി അടുത്തയാഴ്ച ശുഭരാത്രി.